വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എങ്ങനെയാണ് ഒരു ആകാശവിളക്ക് നിർമ്മിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ആകാശവിളക്ക് ഒന്ന് പറത്തി നോക്കാം. Open eye, feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies, all because of you. Dripping lights paint the skies, only you can make me move. You can make me move. Can make me move. You can make me move. Can make me. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചൈന പേപ്പർ, ഈ പട്ടമൊക്കെ പറത്തുന്ന പേപ്പറാണ്. അതും ഫെവിക്കോളും 60x28 നീളം വീതിയുള്ള ഒരു ഷീറ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് ഫെവിക്കോൾ ഒരു സൈഡിലായിട്ട് അപ്ലൈ ചെയ്യാം. അടുത്ത കളറായിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള കളർ എടുത്ത് നമുക്ക് അതിൻ്റെ പുറത്തോട്ട് ഒട്ടിക്കാം. സ്പ്രെഡ് ചെയ്ത് തന്നെ ഒട്ടിക്കണം. ഒരു ഗ്യാപ്പും വരാൻ പാടില്ല, കാരണം ഹോട്ട് എയർ നിറയുമ്പോൾ അത് ലീക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് സൂക്ഷിച്ച് ചെയ്യേണ്ടതാണിത്. ഇനി അടുത്ത ഷീറ്റ് പേപ്പർ ഒട്ടിക്കാനായി ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. ഇനി ഒരെണ്ണം കൂടെ നമുക്കിനി ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യത്തെ ഭാഗം എടുക്കുക. എന്നിട്ട് ഒരു വശത്തേക്കായി നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. ഈ ഒരു ഭാഗം അവസാനത്തെ ഭാഗവുമായിട്ട് യോജിപ്പിക്കാം. ഇനി നമുക്കിതിൻ്റെ ഒരു ഭാഗം കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി 30x20 നീളം വീതിയുമുള്ള വേറൊരു ചൈന പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക. ഒരു വശത്തേക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഉണ്ടാക്കിയ ആ പേപ്പറിൻ്റെ അടിയിലേക്ക് ഒട്ടിച്ച് ചേർക്കുക. അതേപോലെ തന്നെ മറുവശവും ഇതേപോലെ ഒരു വശത്തേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നമ്മൾ ചെയ്തിട്ടുള്ള അതിലേക്ക് ഒട്ടിച്ച് ചേർക്കുക. ഇതേപോലെ തന്നെ ബാക്കി രണ്ട് സൈഡും കൂടെ ഇതേപോലെ ഒട്ടിക്കുക. ഒട്ടിക്കുമ്പോൾ സൂക്ഷിക്കുക, ചൈന പേപ്പർ വളരെ നൈസായിട്ടുള്ള പേപ്പറാണ്, പെട്ടെന്ന് കീറിപ്പോകാൻ ചാൻസ് ഉള്ളതായതുകൊണ്ട് അതുകൊണ്ട് ഇതിന് ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ആകാശവിളക്കിൻ്റെ ഫ്രെയിം വർക്കിനായി കുറച്ച് ചെമ്പ് കമ്പിയുടെ ആവശ്യമുണ്ട്. അതിനായി നമ്മുടെ ഒരു ചെമ്പ് കോപ്പർ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
നമ്മൾ എടുക്കേണ്ട കുറച്ച് പച്ച ഈർക്കലാണ്. പച്ച ഈർക്കലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം കട്ട് ചെയ്ത് കളയുക. ബാക്കി ഇനി നമുക്ക് 2 പച്ച ഈർക്കൽ ഒരു ചെമ്പ് കമ്പി വെച്ച് കെട്ടി വെക്കണം. നമ്മൾ എടുക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെച്ച ആകാശവിളക്കിൻ്റെ അതിൻ്റെ 2 ഇരട്ടിയാണ് നമുക്കിതിന് വേണ്ടത്. അതിനായി ഒരു ഈർക്കലും കൂടെ ചേർത്ത് കെട്ടി വയ്ക്കാം. ഇനി ഇതിനെ ചുറ്റി ഒരു സർക്കിൾ പോലെ വെച്ച് അവിടെയും കൂടെ ഒന്ന് ചെമ്പ് കമ്പ് വെച്ച് കെട്ടി വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു നീളമുള്ള ഒരു ചെമ്പ് കമ്പി എടുത്ത് 2 എണ്ണം ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഫ്രെയിം വർക്കിൻ്റെ ഒരറ്റത്തിൽ നിന്ന് കെട്ടിവെച്ച് മറ്റേ അറ്റം വരെ കെട്ടിവെക്കണം. ഇതിൻ്റെ കൃത്യം നടുവിലായിട്ടാണ് നമ്മുടെ ഫ്യൂവൽ വെക്കുന്നത്. ഇനി ഒരെണ്ണം കൂടി ഒരു ചെമ്പ് കമ്പി നീളമുള്ള ഒരു ചെമ്പ് കമ്പിയും കൂടെ ഒരറ്റത്ത് കൂടെ കെട്ടി പ്ലസ് ഷേപ്പിലായിട്ട് മറ്റേ അറ്റത്ത് കൂടെ കെട്ടിവെക്കണം. ഇനി നമ്മൾ ഇപ്പം ചെയ്തിട്ടുള്ള ഫ്രെയിം വർക്ക് നമ്മുടെ ആദ്യം ചെയ്ത ചൈന ഷീറ്റ് പേപ്പർ അതിലേക്ക് ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അത് ഫെവിക്കോൾ വെച്ചിട്ട് ഒരറ്റത്തെയായിട്ട് ഫെവിക്കോൾ പുരട്ടി ആ ഫ്രെയിം വർക്ക് കൂടെ ചേർത്ത് ഒട്ടിച്ച് വയ്ക്കേണ്ടതാണ്. ഇത് ചുറ്റും ചെയ്യേണ്ടതാണ്. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടത്, കാരണം പേപ്പർ കീറിപ്പോകാൻ സാധ്യതയുള്ളതാണ്. ഇനി നമുക്ക് ഫ്യൂവലിനായി കുറച്ച് മെഴുതിരി ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മെഴുതിരി ഇപ്പോൾ ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു പീസ് കോട്ടൺ തുണി ഇതിലേക്ക് ഇടുക. മെഴുതിരി മുക്കിയ കോട്ടൺ തുണി നമുക്ക് ചുരുട്ടി നമ്മുടെ ഫ്രെയിം വർക്കിൻ്റെ ഏറ്റവും നടുക്കായി കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടിവെക്കുക, അഴിഞ്ഞു പോകാതിരിക്കാനാണ്. ഇതോടുകൂടി നമ്മുടെ ആകാശവിളക്കിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഫെസ്റ്റിവൽ സീസണിലൊക്കെ നമുക്ക് ഇതേപോലെ ആകാശത്തേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ ആകാശവിളക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ സുജിത് സൈനിങ് ഓഫ്.